കേരളത്തിൽ ഇനി വോട്ട് ചെയ്യാൻ പോകുന്ന എല്ലാവരും ചിന്തിക്കണം. അത് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. നിലമ്പൂർ ഇലക്ഷൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരാൾക്ക് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം ഇടതുപക്ഷമോ വലതുപക്ഷമോ കൊണ്ടുവരില്ല, ലീഗുകാർ കൊണ്ടുവരില്ല. മാത്രമല്ല, നിങ്ങളൊരാൾക്ക് ഒരു ജോലി ചെയ്യാൻ അവർ സമ്മതിക്കില്ല, ഒരു കാലികളെ വളർത്താൻ സമ്മതിക്കില്ല. ഇവിടുത്തെ ലീഗുകാർ തന്നെ എതിരെ. അതിൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെൻ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. രേഖയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നിലമ്പൂർ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ നല്ലോണം ചിന്തിക്കുക. നമ്മുടെ ലീഗുകാർ, കോൺഗ്രസ്സുകാർ ഇവിടെ എത്ര ഒരു വാർഡിൽ കേരളത്തിൽ 14 ജില്ല ഉണ്ട്. എൻ്റെ ഞെടിയകുന്ന് അടക്കം 15 ജില്ല ഉണ്ട്. മനസ്സിലായില്ലേ? ഞെടിയകുന്ന് ജില്ല അടക്കം 15 ജില്ല ഉണ്ട്. ഈ ജില്ലയിൽ എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ കോടിക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം ഈ നാട്ടിലില്ല. അത് മാത്രമല്ല, ഇവിടെ നെൽകൃഷി ചെയ്യുന്ന എല്ലാ പാടങ്ങളും പിണറായി അധികാരത്തിൽ വന്ന സമയത്ത് ഇതൊക്കെ തൂർത്ത് ലെവലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, അത് ചെയ്തിട്ടുള്ളത് പുറമക്കാരൊന്നുമല്ല, നമ്മുടെ ലീഗരാണ് കേട്ടോ, അല്ലാണ്ട് പുറത്തുള്ളവരൊന്നുമല്ല. നിങ്ങൾ അങ്ങനെയൊന്നും ധരിക്കണ്ട. എല്ലാ മേഖലയിലും ചെയ്തിട്ടുണ്ട്. കാരണം അവസരം കിട്ടിയപ്പോൾ കായ് കൊടുത്താൽ ശരിയാവുന്നുണ്ട്. അപ്പോൾ പോലെ കായ് കൊടുത്ത് ശരിയായിക്കുക. അത് കായ് കൊടുക്കുക പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മില്യൺ കോടി കണക്കിൽ കായ് കൊടുക്കണം. പാവപ്പെട്ട പാർട്ടിയാണ് കേട്ടോ. നമ്മളെ എല്ലാ കാര്യങ്ങളും നടക്കും. അതുപോലെ തന്നെ നമ്മളുടെ മതപണ്ഡിതന്മാർ മുഴുവൻ മോശമാണ്. കാരണം അതായത് ഗൂഡൂർ മഹല്ല് ജുമായത്ത് പള്ളികളൊക്കെ ഉണ്ടാക്കിയത് അവിടെ വെച്ച് അവിടെ നാട്ടിലുള്ള കാര്യങ്ങൾ പറയുന്നവരും ജനങ്ങൾക്ക് പൊതുകാര്യങ്ങൾ ചെയ്യുന്നവന് നാശം ചെയ്യാൻ വേണ്ടി ഗൂഢാലോചന നടത്താനുള്ളതാണ് വെള്ളിയാഴ്ച കുത്തുബ ഓതുന്നത്. അതുപോലെ മുഴുവൻ മദ്രസകൾ, അല്ലാണ്ട് മതം പഠിപ്പിക്കാനോ മതത്തിൻ്റെ ചിന്ത കൊണ്ടുവരാനോ ഒന്നും ഉള്ളതല്ല. അവർക്കെതിരെ, അതായത് ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ലീഗിന് വോട്ട് ചെയ്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലില്ലേ, എന്തൊക്കെ വികസനം കൊടുന്നു. വ്യഭിചാര മന്ത്രിയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി, വ്യഭിചാര മന്ത്രി. അപ്പോൾ അതുപോലെ തന്നെ ഇനി വേറെ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നു TH മുസ്തഫ, നിങ്ങളൊക്കെ അറിയും. അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഒരു വാർഡിൽ എത്രായിരം കോടി ജോലി ചെയ്യണം. ഇവിടെ ഒരു ദിവസം ജനിക്കുന്ന കുട്ടികളെത്ര, ഇവർ ജോലിക്ക് എവിടെ പോവുക? ഈ കമ്മ്യൂണിസ്റ്റ് എന്താ ഇതൊന്നും ചെയ്യാൻ? ഇവിടുത്തെ പെൺകുട്ടികളെ കംപ്ലീറ്റ് വേശികളാക്കുന്ന സമ്പ്രദായം എന്തിനാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ലീഗുകാർ കൂടി ചെയ്തത്? അതല്ലേ നിലവിലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ആൾക്കാണ് ഇവിടുത്തെ വൈദ്യം കിട്ടുന്നത്? ഒരാൾക്കെങ്കിലും രോഗം മാറുന്ന മരുന്ന് കൊടുക്കുന്നുണ്ടോ? എല്ലാം നുണ പറഞ്ഞ് ഒരു രോഗവും ഇല്ലാത്തവനെ നിങ്ങൾക്ക് ഷുഗറിൻ്റെ രോഗമുണ്ട്, കിഡ്നി കേടാണെന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ ഇതൊന്ന് പരിശോധിക്കാൻ പോലും ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങളില്ല. അത് ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. അതുപോലെ തന്നെ എല്ലാ ആശുപത്രി യൂണിറ്റുകളും IC യൂണിറ്റുകളും നിങ്ങളെ പട്ടിണിക്കെട്ടി കൊല്ലാൻ നിങ്ങളുടെ മക്കളുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റാനാണ്. വിവിധ പേര് പറയവർ. ഓപ്പറേഷൻ, അങ്ങനത്തെ ഓപ്പറേഷൻ ഇങ്ങോട്ട് നീണ്ട് ഇവിടുത്തെ അങ്ങോട്ട് മറ്റേ മുകളിലേക്ക് പോയി താഴത്തേക്ക് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റി കൊന്ന് കൈ തരും. ഇവിടെ IC യൂണിറ്റിൽ കൊണ്ടുപോയിട്ടിട്ട് വെള്ളം കൊടുക്കാണ്ട് കൈയും കാലും പിടിച്ച് കെട്ടിയിട്ടാണ് കിടക്കുന്നത് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയും? നിങ്ങളുടെ നേഴ്സുമാർ ഫുള്ളായിട്ട് വേശികളാണ്. അവരിതിനൊക്കെ കൂട്ടുവെക്കുന്നവരാണ്. അവർക്ക് ആ ഇടക്കോലി ഇങ്ങനെ നല്ലോണം കയറി ഇറങ്ങി മാസം ഒരു 15,000 ഉറുപ്പിക കയ്യിലും കിട്ടിയാൽ അവരുടെ മുന്നിൽ കിടക്കുന്ന ഒരു സംഭവം അവർ പറയില്ല. അത് നഴ്സിംഗാണ്, മറ്റേതാണെന്ന് പറഞ്ഞിട്ട് അവർ തരുള്ളൂ. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ പെൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നഴ്സിംഗ് പഠിക്കുന്ന ഡോക്ടർമാർ പെൺകുട്ടികളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഈ ഡോക്ടർമാർ മുഴുവൻ MDMA ഉപയോഗിക്കുന്നവരാണ്, മുഴുവൻ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നവരാണ്. ഇത്രയും നല്ല സംവിധാനം ഇനി ലോകത്ത് എവിടെ കിട്ടും? ഇതൊക്കെ നമ്മളെ പുറമക്കാരൊന്നുമല്ല കേട്ടോ, നമ്മുടെ 2-3 വലിയ പാർട്ടിക്കാരനെയാണ്. പാവപ്പെട്ടവൻ്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം കൂലിക്ക്, ഒരു ദിവസം ജോലിയുടെ സാധ്യതയൊക്കെ എന്തെങ്കിലും ഒരു കാരണത്തിന് പറഞ്ഞാൽ 70,000 കോടി രൂപ കൈക്കൂലി വേണം. അത്രേ വേണ്ടുള്ളൂ. ഒരു ചെറിയ പൈസ വരുള്ളൂ. 70,000 കോടി മതി ഒരു ദിവസം നിങ്ങൾക്ക് ജോലി ചെയ്യാനാണ്. അതുപോലെ സർക്കാർ ഉദ്യോഗം വേണ്ടത് വിചാരിച്ചാൽ നിങ്ങളുടെ മൂത്രക്കുഴി അവിടെ നിന്ന് മുറിച്ചെടുത്തിട്ട് മെല്ലെ പേർക്ക് കൊണ്ടു കൊടുത്തേക്കണം, അവരുടെ കാര്യം കഴിഞ്ഞല്ലോ. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ഇവർക്കൊരു ഫാമിലി ചെയ്യാനോ അല്ലെങ്കിൽ സ്വന്തം കല്യാണം കഴിച്ചാൽ ചുറ്റുപാടുണ്ടാക്കാനോ. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ കളക്ടറേറ്റ് ജില്ലാ ജഡ്ജിയെ കൊന്നല്ലോ. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? കംപ്ലീറ്റ് ഒതുക്കി. ഒരു നടപടി അതിൽ വരാൻ പോകില്ല. അല്ല, അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. TP ചന്ദ്രശേഖരനെ 58 വെട്ട് വെട്ടിയത് അന്നത്തെ കുഞ്ഞാലിക്കുട്ടറെ പങ്കോട് കൂടിയിട്ടാണ്.
ആ കുഞ്ഞാലിക്കുട്ടി ഇന്ന് പല വേദികളും പങ്കിടുന്നില്ലേ. ലീഗ് ഓഫീസിൽ വെച്ച് കൊത്തി നോക്കാൻ എല്ലാ സംവിധാനം ചെയ്തു. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ നമ്മുടെ നേതാവാണ്. അപ്പോൾ ഇവരെ ശരിക്കും പറഞ്ഞാൽ ചീനമുളക് എഴുതിയിട്ട് ഒന്ന് ചോദ്യം ചെയ്യണം നന്നായിട്ട്. അതായത് ഇവരെ സാധനങ്ങളൊക്കെ പൊളിച്ച് കളയണം. അതായത് അതിൽ പങ്കെന്താന്ന് ഇവരെ കാര്യങ്ങൾ ഇവിടെ വല്ലാത്ത രസമാണ്. ജിമെയിൽ സംവിധാനത്തിൻ്റെ ഇടയിൽ കംപ്ലീറ്റ് ഇവരുടെ പേര് വല്ലാണ്ട് പുറത്തേക്ക് വരുമ്പോൾ അവർ എൻ്റെ ജിമെയിലൊക്കെ കട്ട് ചെയ്തിരിക്കുക കംപ്ലീറ്റ്. എൻ്റെ ജിമെയിലിൻ്റെ മുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ നട്ടലുണ്ടെങ്കിൽ ഇതിൻ്റെ ജിമെയിൽ സംവിധാനത്തിൽ ലീഗുകാർ ഒരുപാട് പഴക്കുന്നുണ്ട്. CPM-ൻ്റെ ആളുകൾ അവരെ പിടിച്ചു കെട്ടണം. ഇതാണ് ഞാൻ പറഞ്ഞത്. പിടിച്ച് കെട്ടിയ സാധാരണ കെട്ടൽ കെട്ടിയാൽ പോരാ. അതായത് ഈ കള്ളത്തരം നുണ പ്രചരിപ്പിച്ചിട്ട് ഈ നാടിനെ ഇവരാർക്കാണ് ഈ ഒറ്റി കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതെന്താണ് അതിൻ്റെ പിന്നാമ്പുറത്തുള്ള തേജോബോധം. ഞാൻ എൻ്റെ നാടിൻ്റെ കൂടെ, അതിലാര് ഭരിക്കുകയാണെങ്കിലും അവരുടെ കൂടെ. അതിൽ കൂടുതൽ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടുത്തെ സംവിധാനങ്ങൾ അങ്ങനെ. അപ്പോൾ ഈ ജിമെയിൽ ഒറ്റി കൊടുക്കുന്നതിൻ്റെ പിന്നാമ്പുറത്ത് ഇവിടുത്തെ ലീഗുകാർക്ക് പങ്കുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. നല്ല പങ്കുണ്ടെന്ന്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം ചെയ്യുന്നത് എന്നാണ് ഞാൻ തങ്ങളിപ്പാപ്പന്മാരോട് ചോദിക്കുന്നത്. ആൺകുട്ടികൾ ഇറങ്ങി നിങ്ങൾക്ക് നേരെ പണി തുടങ്ങും. അതിൻ്റെ വക്കിലെത്തിയിട്ടുണ്ട്. പണി തുടങ്ങും. അവർക്ക് ജീവിക്കാൻ രക്ഷയില്ലാത്ത പല കണ്ടീഷനിലുള്ളത്. ഒരു കാര്യം തുറന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ ലീഗരെ നിങ്ങളുടെ കഷായമൊക്കെ ഇറക്കേണ്ടി വരും. മാത്രമല്ല അവർ പുറത്ത് പിടിച്ച് കെട്ടിയിട്ടിട്ട് നിങ്ങളുടെ മുട്ടാൻ്റെ മുകളിലൊക്കെ മുളക് വെച്ച് തേക്കും. നമ്മളത് കാണേണ്ടി വരും കേട്ടോ. എല്ലാ ലീഗുകാരും ചിന്തിക്കുക. കള്ളക്കളി കളിക്കുമ്പോൾ നല്ല ചിന്തിക്കുക. നുണ പ്രചരിപ്പിക്കുമ്പോൾ നല്ല ചിന്തിക്കുക. നിങ്ങൾക്ക് അവസരത നിങ്ങളുടെ മൂക്കിൻ്റെ ചുവട്ടിലാണ്. കൊറോണ വൈറസ് നാട്ടിലില്ല, പകർച്ചപ്പനിയാണുള്ളത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ ആക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ കോടികൾ വസൂലാക്കണം. അതാണ് സംഭവം. അതിന് നിങ്ങളിപ്പോഴത്തെ ആശുപത്രികൾ പൊളിയണമെങ്കിൽ IC യൂണിറ്റൊക്കെ ഒന്ന് കയറി പരിശോധിക്കണം. അവരുടെ മരുന്നുകളൊക്കെ നിങ്ങളെ നാട്ടിലുള്ള കുറച്ച് എലികളെ കെണി വെച്ച് പിടിച്ച് അവർക്കൊന്ന് കുത്തി വെച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും. മനസ്സിലായില്ലേ? ആ ഇഞ്ചക്ഷനെ മരുന്ന് കുത്തിവെച്ചാൽ മതി. എന്ന് വെച്ചാൽ ഗുളികയായാലും മതി. നിങ്ങൾ ഏതാണോ അത് ഒന്ന് കുത്തി വെച്ച് നോക്ക്. ഒരു 5 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ നോക്ക്. അതിന് വെള്ളം കുടിക്കാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് നോക്ക്. അത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളതാ ചെയ്യുന്നത്. അതായത് കൊല്ലാനുള്ള പണിയാണ് എല്ലാ ആശുപത്രികളും ചെയ്യുന്നത്. നിങ്ങളെ കൊല്ലാനുള്ള പണിയാണ് എല്ലാ ആശുപത്രികളും ചെയ്യുന്നത്. നിങ്ങളവിടെ പോയിട്ട് നിങ്ങളെ തലകുത്തി പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. നിങ്ങളുടെ മക്കളൊന്നും നിങ്ങളെ നോക്കില്ല. അവരെ നുണ പറഞ്ഞ് പറ്റിക്കാനുള്ള സംവിധാനം അവർക്ക് വേണ്ടത് MDMA ആണ്. നിങ്ങളുടെ മക്കൾക്കൊക്കെ വേണ്ടത് MDMA ആണ്. അത് വരെ സുലഭമായി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആളുകൾക്ക് വേണ്ട മദ്യമാണ്, അത് കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? പിന്നത്തെ കുറച്ച് പണിയില്ലാത്ത കുറേ തന്താരക്ക് ലോട്ടറി വെക്കാൻ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഒരു 40 ഉറുപ്പ്യ 80 ഉറുപ്പ്യ വെച്ചിട്ട് മിക്ക ആളുകളും, ചില ആളുകൾ പിരാന്തുള്ളവരാണ്, 2 കോടി ഉറുപ്പ്യക്കൊക്കെ ലോട്ടറി എടുക്കും. അവർക്ക് അറിയില്ലല്ലോ ഇതിൻ്റെ സംഭവം എന്താണ്. ഫസ്റ്റ് പ്രൈസ് നിങ്ങൾക്ക് കിട്ടിയിട്ടും കാര്യമില്ല, 50 പൈസ നിങ്ങൾക്ക് തരില്ല. മാത്രമല്ല നിങ്ങളുടെ വീടും പറമ്പും വിറ്റിട്ട് ഇതിലേക്ക് സേവ് ചെയ്യും. ആര്? 3500 കോളേജിൽ വിദ്യാഭ്യാസം പഠിച്ച നമ്മുടെ മുഖ്യമന്ത്രിയാണുള്ളത്. ഇതിനൊക്കെ കൂളായിട്ട് കൈകാര്യം ചെയ്യും. അതുമാതിരി ചീഫ് സെക്രട്ടറിമാരൊക്കെ പഠിപ്പോൾ എത്രയെന്നറിയോ? കേരളത്തിൽ ഒരു വാർഡിൽ 15 കോടി ജനങ്ങൾ, 50 കോടി ജനങ്ങൾക്കൊക്കെ ഒന്നായിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുക. എന്ത് പണി? ഇതുപോലെ ലോട്ടറി തട്ടിപ്പ്, നിങ്ങളുടെ പെൺമക്കളെ നേഴ്സിംഗ് തട്ടിപ്പ്, പിന്നെ അതിൻ്റെ പുറത്ത് ഇൻ്റർനെറ്റ് തട്ടിപ്പ്, ജിമെയിൽ തട്ടിപ്പ്, ഇതൊക്കെ നല്ല കൂളായിട്ട് കൊടുത്തിരിക്കുകയാണ്. വളരെ നല്ല കാര്യമാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം പഠിക്കേണ്ട അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒന്നും എഴുതാനും വായിക്കാനും അറിയില്ല, ഒരു 10ാം ക്ലാസ് പഠിച്ചില്ല, വിവരമുണ്ട് എന്ത്, എന്നിട്ട് കിഡ്നിയുടെ കംപ്ലൈൻ്റാണ് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുമ്പോൾ അത് ഡോക്ടർ പറഞ്ഞതല്ലേ? ഡോക്ടർക്ക് അറിയാം ഈ കിഡ്നിയുടെ കംപ്ലൈൻറ്റ്, ഈ കിഡ്നിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവും നുണ പറഞ്ഞാൽ ഡോക്ടർക്ക് അറിയാം. ഞാൻ ഇതിൻ്റെ മുമ്പേ 2-3 ആൾക്കാരുടെ എൻ്റെ അടുത്തുള്ളവല്ല പേപ്പർ എടുത്തിട്ട് കയറിക്കളയാൻ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ സംവിധാനത്തിന് പറഞ്ഞു. അവരൊക്കെ ഇപ്പോൾ നല്ല ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നു. കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 5-6 തവണ പോയതാണ്. 1 ലക്ഷത്തിൽ രൂപയുടെ അധികം ചെക്കിങ്ങിന് ഫീസ് കൊടുത്ത് പോയ ആളുകളുടെ ഫയൽ കയറിയിട്ടിട്ട് അവരോട് പച്ചവെള്ളം ഉപയോഗിക്കാൻ പറഞ്ഞു.
അവർക്കൊന്നും യാതൊരു കേടുമില്ല. എന്നുവെച്ചാൽ ഇതൊക്കെ ലീഗുകാരാണ് ചെയ്യുന്നത്. ഈ തട്ടിപ്പിൻ്റെ ഒക്കെ പിന്നിൽ മുസ്ലിം ലീഗ് നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളുടെ ആളുകളാണ്. ഒരാൾക്ക് കിഡ്നി ഡയാലിസിസ് ചെയ്യണ്ട, എന്നിട്ട് പിന്നെ ഡയാലിസിസ് ചെയ്യണതിൻ്റെ ഏറ്റവും വലിയ സർക്കാർ സേവനം സമുദായ സേവനമൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്? CH സെൻ്ററിൽ നിന്നാണ്. ഒരാൾക്കും ഇതിൻ്റെ ആവശ്യമില്ല. എന്താ കാരണം? 1-2 ദിവസത്തെ ഞാനിവിടെ വിതരണം ചെയ്യുന്ന 3000 ഉറുപ്പിൻ്റെ മരുന്ന് ഉപയോഗിച്ച് 2 തവണ ഉപയോഗിച്ച് നിങ്ങൾ വീട്ടിൽ പോയി ഒരു അരച്ച ഗ്ലാസ് പച്ചവെള്ളം ഉപയോഗിച്ചാൽ തീരാവുന്നൊരു കാര്യമുള്ളൂ.